പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ന്യൂസ് വന്നിരുന്നു. മനോരമ പ്രിന്റ് മീഡിയയിൽ അവരുടെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ, ഇത് രാജ്യത്തിൻ്റെ രണ്ടാമനായിട്ട്, ഒരു സ്റ്റേറ്റിൻ്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാൾ, മന്ത്രിയായിട്ട് നിൽക്കുന്ന അദ്ദേഹം ആ മഹത് വ്യക്തി പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ പൈസ വാങ്ങിച്ചു, ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു, അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അദ്ദേഹം. പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു. ഒരു ആളുടെ പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഡബിളായിട്ട് തിരിച്ചു കൊടുക്കും. ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല. കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസ് കെട്ടുകളൊക്കെ ഉണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ പുതിയ ചെയർമാൻ, ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റുള്ള ഫാക്ടറായിരുന്നു. പുള്ളി എല്ലാ സിനിമകളും കാണും, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തു. അതങ്ങനെ ബുക്കിംഗ്, അതൊരു ഫിലിമിന് വേണ്ടി ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷമൊക്കെ ആയിരിക്കും, മാക്സിമം 20 ലക്ഷം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ നമ്മൾക്ക് കാശിൽ കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല. ഒരു വിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റേഴ്സ്, ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് ഗ്രൂപ്പിലില്ല. സീറോ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി സീറോ ഡെറ്റാണ്, സീറോ ഇൻവെസ്റ്റേഴ്സ്. ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. ബട്ട് നമ്മുടെ ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ പ്രിൻസിപ്പൾ സെയിൽസ്, കളക്ഷൻ, കൺസ്ട്രക്ഷൻ. നമ്മളെല്ലാവരും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഡെയിലി അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ചെയർമാനായിരുന്നാലും അദ്ദേഹവും 18 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ വർക്ക് ചെയ്യും. ഞാനായാലും അങ്ങനെ തന്നെ. ഇവരൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ നല്ലൊരു ഹാർഡാണ്. അല്ലാതെ വെറുതെ പിന്നെ ചെയർമാന് സമയം കിട്ടുമ്പോൾ അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവും. അത് ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലാണ്. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ബ്രാൻഡിങ് വേണം. ഈ ബ്രാൻഡിങ്ങിലത് ഒരു ബ്രാൻഡില്ലാതെ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയെ പോലെ പോയാൽ നമ്മൾ ബിസിനസ് നടത്താൻ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഇതൊന്നും ഫേക്കായിട്ട് ചെയ്തിട്ടുള്ളതല്ല. ഒന്നും ഫേക്കല്ല, എല്ലാം റിയാലിറ്റിയാണ് അതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ചെയർമാൻ തന്നെ പറയാറുണ്ട്, ഈ കമ്പനിയിൽ 2 മണിക്കൂറിലെ സീനിയർ മാനേജ്മെൻറ്റ് ഇല്ലാത്ത സമയമുള്ളൂ 24 മണിക്കൂറുള്ളിൽ. ചെയർമാൻ രാത്രി കിടക്കുന്ന 2 മണിക്കായിരിക്കും. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും. ആ 2 മണിക്കൂറല്ലാതെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു വോയിഡ് സ്പേസ് ഇല്ല എന്നുള്ള സത്യം. അത് ഇദ്ദേഹം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയും വെച്ച് പുലർത്തുന്ന കമ്പനിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ്. എനിക്ക് എൻ്റെ ക്ലയൻസിനോട് പറയാനുള്ളത്, കഴിഞ്ഞ
വെള്ളിയാഴ്ചയായിരുന്നു അദ്ദേഹം മരിച്ചത്. ഞായറാഴ്ച ഫ്യൂണറൽ, അത് കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരത്തോട് ഉച്ചയോടുകൂടി ഞങ്ങളെല്ലാ സൈറ്റുകളും ഫുൾ സ്വിങ്ങിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ദിവസങ്ങളിൽ എല്ലാവരും ബാംഗ്ലൂർ വരേണ്ടതെന്നുകൊണ്ട് അങ്ങനെ നടന്നു. എല്ലാ വർക്കുകളും ഫുൾ സ്വിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രോജക്റ്റുകളും അതിൻ്റെ എല്ലാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾക്കുള്ളതാണ്. ഇവിടെ വേറെ ചെയർമാൻ്റെ മരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഡിലേ ആക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഇത് പ്യുവർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവിടെയും ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലയൻസിനൊന്നും ഒരിക്കലും അവരുടെ ആ ആശങ്കകളുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ബാംഗ്ലൂരാണെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ചെയർമാനാണ് നോക്കിയിരുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിയുടെ വിയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പക്ഷേ അവിടെ അപ്പാർട്ട്മെൻറ്റുകളെല്ലാം അദ്ദേഹം പ്രോജക്റ്റുകളെല്ലാം തീർത്തു. 2 ടവറിൻ്റെ പെയിൻറ്റിങ് മാത്രമേ ബാക്കിയുള്ളൂ. അതൊരു 2 മാസത്തിനുള്ളിൽ തീർന്ന് അതെല്ലാം തീർന്നു. അപ്പോൾ അവിടെയുള്ള ക്ലയൻസിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല. പിന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്നത് 3 വർഷം മുമ്പ് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് പോകുന്നത്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നോട് MD നിങ്ങളിത് നിർത്തൂടെ, എന്നിട്ട് മാസ്റ്റർ ഡെവലപ്പർ ആവൂ, സ്ഥലം മേടിക്കൂ, ജോയിൻറ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുക്കുക, എസ്ക്രോ അക്കൗണ്ട് വഴി പൈസ എടുക്കുക, ഒരു തലവേദനയില്ല, ഒരു രീതിയിലുള്ള കാര്യങ്ങളില്ല. അങ്ങനെ അവിടെ 10 ഏക്കർ 20 ഏക്കർ 50 ഏക്കർ 100 ഏക്കർ വരെ വാങ്ങിച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയുള്ള ഈ ലാൻഡ് വാങ്ങിച്ചിട്ട് ഈ ഡെവലപ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഡെവലപ്പറാണ്, നമ്മളല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും വളരെയധികം സുരക്ഷിതമാണ്. കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ കിട്ടും എന്ന് ഞാൻ പറയുന്നു. ഒരാൾക്കും ഇതിനെക്കുറിച്ച് ആവലാതി വേണ്ട എന്ന് ഞാൻ പറയുന്നു. പിന്നത്തെ പോയിന്റ്, ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. കുറച്ച് പോയിന്റൊക്കെ എഴുതിയാൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കമ്പനി ഇവിടെ കേരളത്തിൽ 12 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞത്. അതിലിപ്പോൾ 8 ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത 12-ാം തീയതി കമ്പനിയുടെ 20ാമത്തെ ആനിവേഴ്സറിയാണ്. ആ ദിവസം ഞാൻ 2 പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ 2 ദിവസം കഴിഞ്ഞ് 12-ാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് ഉള്ളതുകൊണ്ട് അത് ഞാൻ 14-ാം തീയതിക്ക് മാറ്റി. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.